വിഷ്ണുക്കിലെ 2017 ഒരു ഫെബ്രുവരി മാസം 17 എൻ്റെ ഓർമ്മ. രാത്രി 9 മണിക്ക് കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ അന്നത്തെ മലയാളികളുടെ യുവനടി ആക്രമിക്കപ്പെടുന്നു. അതിനുശേഷം 8 വർഷത്തെ നിയമ പോരാട്ടം. ഇന്ന് ഡിസംബർ 8 ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് ഒരു വിഭാഗം പറയുന്നു. ഒരു വിഭാഗം പറയുന്നു ഇത് ദിലീപിനുള്ള അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഒരു ഘട്ടത്തിൽ ആൾക്കാർ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് ഇന്ന് ഡിസംബർ 8 ഡിസംബർ 8 ബന്ധപ്പെട്ട് ഇന്ന് ബബബയുടെ ടൈറ്റിൽ ലോഞ്ച്, അതേപോലെ തന്നെ വിധി, ഇതെല്ലാം പ്ലാൻഡ് ആണ്. ദിലീപിൻ്റെ പണത്തിനും പവറിനും മേൽ ഇന്ത്യൻ ന്യായ സംഹിത വീണുപോയി എന്നുള്ള വിമർശനങ്ങൾ വരുന്നു. എന്ത് തോന്നുന്നു? അല്ലെ, ആരാണ് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്? ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയട്ടെ, ഈ 8 വർഷക്കാലം ഒരു നിരപരാധിയെ ക്രൂശിച്ചത് അതും പ്രശ്നമല്ലേ? അല്ല, അത് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ സംഹിതയുടെ ഭാഗമല്ല. ഇപ്പോൾ തീയില്ലാതെ എങ്ങനെയാണ് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമാകുന്നത്? ഇവിടെ മാധ്യമങ്ങൾക്ക് ആരാണ് ട്രയൽ നടത്താനും കുറ്റവിചാരണ നടത്താനും കുറ്റവാളിയെ പ്രഖ്യാപിക്കാനും അധികാരം കൊടുത്ത ആരാണ്? ദിലീപ് കുറ്റാരോപിതൻ മാത്രമല്ലേ? ഇന്ന് രാവിലെ ഉൾപ്പെടെ ദിലീപ് ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ചില ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അയാളെ പിടിച്ചു കീറണോ അല്ലെ അയാളെ വലിച്ചു കീറണോ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇന്ത്യൻ നീതിന്യായ പീഠം എന്ന് പറയുന്നത് ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഒരു നീതിന്യായ വ്യവസ്ഥ അനുവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പൗരൻ ഒരു കുറ്റകൃത്യം ചെയ്താൽ അയാൾ കുറ്റാരോപിതൻ മാത്രമേ ആകുന്നുള്ളൂ. അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രയൽ നടത്തി കോടതിയാണ് അയാൾ കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന് വിധിക്കുന്നത്. അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിച്ചു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അതല്ലേ വേണ്ടത്? അല്ല, കുറ്റാരോപിതം എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രചണ്ഡ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത്, അതായത് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഒരു ഘട്ടം ആൾക്കാർ, ഒരു വശത്തെ ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ദിലീപ് കുറ്റക്കാരനാണെന്ന് അത് മാധ്യമങ്ങൾ അത്തരത്തിലൊരു പൊതുബോധത്തിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്ത് കൊടുത്തതാണെന്നാണ് വക്കീൽ പറയുന്നത്. അല്ല, മാധ്യമങ്ങൾ കൊടുത്തതല്ലാതെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇത് ദിലീപ് എങ്ങനെ ഉൾപ്പെടുമെന്നാണ് ഇപ്പം വിധി. 8 വർഷം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ദിലീപ് അല്ല കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ദിലീപ് അല്ല കേസ് അന്വേഷിച്ചത്. ദിലീപ് അല്ല പ്രോസിക്യൂട്ടറുടെ കസേരയിൽ കയറിയിരുന്നത്. ദിലീപ് അല്ല എന്ത് ചെയ്തിട്ടുള്ളത്? സാക്ഷി വിസ്താരം നടത്തിയത്. ദിലീപ് അല്ല വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ദിലീപ് ഒരു പൗരൻ എങ്ങനെയാണോ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം വളരെ മൗനത്തിൽ ആരോടും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല. ഇന്ന് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ക്രിമിനൽ പോലീസിനെയും അതോടൊപ്പം തന്നെ മഞ്ജു വാര്യർക്കും എതിരെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വരെ ദിലീപ് എന്ത് ചെയ്തിട്ടില്ല, ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പബ്ലിക് സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. താൻ നിരപരാധിയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ദിലീപ് എവിടെയാണ് പോയി തെളിയിക്കേണ്ടത്? ഈ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാധ്യമ പ്രവർത്തകരും മറ്റെല്ലാവരും പറഞ്ഞു ദിലീപിന് എന്ത് ചെയ്തു, പണത്തിന് മീതെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ദിലീപ് എവിടെയാണ് ഇനി തെളിയിക്കേണ്ടത്? ഇന്ത്യ രാജ്യത്ത് ദിലീപ് ഈ കോടതിയിലല്ലാതെ നിരപരാധിത്വം എവിടെയാണ്? പബ്ലിക് റോഡിൽ നിന്ന് തെളിയിക്കണോ? കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും, അതായത് എന്തുകൊണ്ട് അമ്മ സംഘടനയിൽ ഉൾപ്പെടെ 28 സിദ്ദിഖ്, ബാമ, ബിന്ദു പണിക്കർ, അതേപോലുള്ള ഒരു പറ്റം ആൾക്കാർ, 28 കാവ്യയുടെ അമ്മ, അപ്പുണ്ണി, ഇത്തരത്തിലുള്ള 28ഓളം പേർ മൊഴി മാറ്റി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. PT തോമസിനെ, ഇതിൻ്റെ ആദ്യഘട്ടം വിഷ്ണുവിന് അറിയായിരിക്കും, ആദ്യഘട്ടത്തിൽ PT തോമസിൻ്റെ കാറിൻ്റെ 4 ടയറുകളും ബോൾട്ടുകൾ ഊരിയിടാൻ ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ വന്നു. തെറ്റുകാരനല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിയകളൊക്കെ എന്തിനാണ് ദിലീപ് ചെയ്തത്? എന്താ ഈ ചെയ്തവർ ആരെങ്കിലും ഈ ചെയ്ത അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ദിലീപിനെ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ പോലീസിന്? അല്ലെങ്കിൽ ദിലീപിനെ ഒരു ക്രൈമിലേക്ക് പിന്നീട് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ നാട്ടിലല്ലേ നടന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദിലീപ് ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റരുതെന്ന് ഇര ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് മാറ്റിയോ? ഇല്ല. ഇരയ്ക്ക് വിശ്വാസമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു. ഇര ആവശ്യപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകി. ഇര ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ കൊടുത്തു. പിന്നെ ഈ സാക്ഷി കൂറുമാറി എന്ന് പറഞ്ഞാൽ ഭാര്യയെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ആരെയൊക്കെയാണ് ഈ കൂറുമാറിയ സാക്ഷികളെ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് 2 പ്രോസിക്യൂട്ടർമാർ മാറി. എന്തുകൊണ്ടാണ്? ഇവർ പറയുന്ന തിരക്കഥയ്ക്കനുസരിച്ച് പറയാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? പ്രോസിക്യൂട്ടർമാർ മാറിയിട്ടുണ്ട്. അല്ല, വിഷ്ണു വക്കീലിന്റെ ഭാഷ്യത്തിൽ, അതായത് ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ട്? ദിലീപ് എന്ന് പറയുന്ന വ്യക്തി കുറ്റവിമുക്തനാവാൻ ഒരു ലോ ആംഗിൾ നോക്കുമ്പോൾ എങ്ങനെ? ദിലീപിനെതിരെ തെളിവില്ല, അതാണ് സത്യം. ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ആദ്യം തന്നെ എന്ത് ചെയ്തു? FIRന്റെ സമയത്ത് ഒരിടത്തും ദിലീപിനെ കുറിച്ച് പറയുന്നില്ല. FIRൽ എന്ത് ചെയ്തു? ആ കുറ്റകൃത്യം ചെയ്ത പ്രതി, അതായത് പൾസർ സുനി എന്ന് പറയുന്ന പ്രതി, അദ്ദേഹത്തിന് എന്ത് ചെയ്തു? മുഖം മറച്ചിട്ടുണ്ടെങ്കിലും അതിജീവിത തിരിച്ചറിയുന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? മറ്റു കുറ്റവാളികളെ അദ്ദേഹത്തിന്റെ മൊഴി അനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ ദിലീപ് അതിലേക്ക് വരുന്നില്ല.
ദിലീപ് വരുന്നത് കൃത്യമായിട്ട് ഇന്ന് ദിലീപ് ആരോപിച്ചതുപോലെ തന്നെ മഞ്ജു വാര്യർ എന്ത് ചെയ്യുന്നു, ഒരു ക്രിമിനൽ ഗൂഢാലോചന എന്ത് ചെയ്യപ്പെടുന്നു, ദർബാർ ഹാളിൽ വെച്ച് പറയുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, അതിജീവിതയ്ക്ക് വേണ്ടി അവർ ഐക്യദാർഢ്യം സംഘടിപ്പിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം മാത്രമാണ് ദിലീപ് ഇതിലേക്ക് എൻട്രിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ദിലീപിനെ 84 ദിവസം എന്ത് ചെയ്തു, റിമാൻഡ് ചെയ്തു. ഈ പറയുന്ന ഇത്രയും വർഷക്കാലം മാറ്റി നിർത്തി. ഒറ്റ ചോദ്യമേ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, ഓരോ കാലഘട്ടത്തിൽ തുടക്കം മുതൽ നമ്മൾ ഈ കേസ് പരിശോധിക്കുമ്പോൾ ദിലീപിനെ ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ള തെളിവ് പ്രോസിക്യൂഷൻ്റെ കയ്യിലില്ല. പ്രോസിക്യൂഷൻ പറയുന്നത് എന്തൊക്കെയാണ്, ദിലീപ് അന്നത്തെ ദിവസം ഫോൺ ഓഫാക്കി വെച്ചു, അല്ലെങ്കിൽ എന്താണ്, ദിലീപ് എന്ത് ചെയ്തു, ഈ പോലീസ് മെനഞ്ഞ കഥയാണെന്നാണ് 100% ഉറപ്പാണല്ലോ. അത് ഇന്ന് കോടതി പകൽ പോലെ പറഞ്ഞല്ലോ. കാരണം അദ്ദേഹത്തിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു തെളിവുകളുമില്ല. ആകെ തെളിവായിട്ട് പറയുന്നത് വിചാരണയുടെ പകുതി ഘട്ടം എത്തിയപ്പോൾ എന്ത് ചെയ്യുന്നു, ബാലേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ കഥാപാത്രം വരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, മരണപ്പെട്ട ഒരാളാണ്, അദ്ദേഹത്തെ നമ്മൾ പറയുന്നത് ശരിയല്ല, എങ്കിൽ കൂടുതൽ പറയുന്നു അദ്ദേഹം മാത്രമാണ് ഈ ഗൂഢാലോചന കണ്ടിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യം വീട്ടിലിരുന്ന് കണ്ടു എന്ന് പറയുന്നത് നിർണായകതല്ലോ. പക്ഷെ ആ ടാബ് ഒന്നും കഴിയില്ല. എന്തിടേ ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമല്ലേ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും അതിജീവിതയ്ക്ക് വിശ്വാസമുള്ള പ്രോസിക്യൂട്ടർമാരും അതിജീവിതയ്ക്ക് വിശ്വാസമുള്ള പോലീസ് സംവിധാനങ്ങളും ഒരിടയ്ക്കും അതിജീവിത അന്വേഷണ ഉദ്യോഗസ്ഥരിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല സാർ. ഒരിടയ്ക്കും അതിജീവിത പ്രോസിക്യൂട്ടർമാരിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിലോ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല. അതിജീവിതയ്ക്ക് വിശ്വാസമുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു സർക്കാർ ഇടപെടലിലൂടെ എന്ത് ചെയ്തിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജു പൗലോസിനെ മാറ്റിയിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥരും എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മോണിറ്ററിങ്ങിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഇവിടെ ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയാണ് നടന്നത്. ഇവിടെ കേസ് നീണ്ടുപോകാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായത്, ബാലേന്ദ്രകുമാർ ഇടയ്ക്ക് എൻട്രിങ് ചെയ്യുന്നു. അതിനുശേഷം ഇതേ അതിജീവിത തന്നെ എന്ത് ചെയ്യുന്നു, സുപ്രീം കോടതിയിലേക്ക് എന്ത് ചെയ്യുന്നു, വിചാരണയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു. അങ്ങനെ അല്ല, അതെ, ഇപ്പം വിധി ഉന്നയിച്ചപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയുന്നതിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടില്ല, വിധിയെ പറ്റിയാണ് പറയുന്നത്. വിധി ഉന്നയിച്ച ന്യായാധിപൻ, അതായത് ജഡ്ജിയെ പറ്റിയുള്ള അവരുടെ ആശങ്കകൾ പരിഹരിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. നോക്കൂ, ഈ എന്നെ കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതിയെടുക്കണം, ഞാൻ നിന്റെ സ്റ്റെനോയല്ല, നീ പറയുന്നതെല്ലാം എഴുതാൻ. ഇത് പറഞ്ഞത് ആരാണെന്ന് ഞാൻ പേര് വ്യക്തമാക്കുന്നില്ല. ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണം, അതിൻ്റെ ഭാവിയാണ്, അത് ജഡ്ജി നിരസിച്ചു. 3 സാർ, അത് ഇവിടെ അല്ല സാർ പറയേണ്ടത്. അത് അവർക്ക് FIR എടുത്തപ്പോൾ 164 സ്റ്റേറ്റ്മെന്റിലാണ് പറയേണ്ടത്. വിചാരണ ട്രയലിൽ നടത്തേണ്ടത് എന്താണ്, പോലീസ് കൊടുക്കേണ്ട സാക്ഷികളെയും തെളിവുകളെയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളാണ് അവിടെ സംസാരിക്കേണ്ടത്. അല്ലാതെ അവിടെ നടത്തേണ്ടത് ഈ പ്രാഥമിക ഘട്ടത്തിൽ FIR എടുക്കുന്ന ഘട്ടത്തിലും അല്ലെങ്കിൽ മൊഴി കൊടുക്കേണ്ട ഘട്ടത്തിലും കിടക്കുന്ന കാര്യങ്ങൾ എന്താണ്. ട്രയൽ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു കുറ്റകൃത്യം നടന്നു, ആ കുറ്റകൃത്യം സംഭവിച്ച ശേഷം എന്ത് ചെയ്യുന്നു, ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ FIR-ന്മേൽ പോലീസ് അന്വേഷണം നടത്തുന്നു. ആ FIR-ന്മേൽ എല്ലാ തരത്തിലുള്ള, അതായത് സാക്ഷി മൊഴികളും കുറ്റവാളികളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ ദൃക്സാക്ഷികളെയും മാസ്റ്റർ സാക്ഷികളെയും അല്ലെങ്കിൽ ആരെയൊക്കെയാണ് വിചാരണ നടത്തേണ്ടതിനുള്ള ലിസ്റ്റ് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു, കോടതിയിലേക്ക് ഒരു വലിയ കുറ്റപത്രം എന്ത് ചെയ്യുന്നു, സമർപ്പിക്കുന്നു. ആ കുറ്റപത്രത്തെ ബേസ് ചെയ്ത് മാത്രമേ കോടതിക്ക് വിചാരണ ട്രയൽ നടത്താൻ കഴിയത്തുള്ളൂ. അല്ലാതെ 2-3 വർഷം കഴിഞ്ഞ് അവരുടെ കാര്യം കഴിഞ്ഞ ശേഷം അവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ അതിജീവിതയ്ക്ക് പരാതി ഉണ്ടാവാം. അതിജീവിതയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ ഗൂഢാലോചന അന്വേഷിക്കട്ടെ. ആരെങ്കിലും അതിജീവിതയ്ക്ക് ഈ പറയുന്ന നീതി ലഭിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ കേസിൽ ഉൾപ്പെടുന്നതിന് മുമ്പ് ദിലീപ് വരെ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന് പറയുമ്പോൾ ഒരു നിരപരാധിയെ ക്രൂശിച്ചുകൊണ്ട് അയാളുടെ അഭിനയ ജീവിതം, കേരളത്തിലെ ജനപ്രിയ നായകനായിരുന്ന ദിലീപ്, ആ ദിലീപിൻ്റെ നഷ്ടം എന്താണ് ആരും ചർച്ച ചെയ്യാത്തത്? ദിലീപ് ഒരു പ്രൊസീഡിങ്സിലൂടെയാണ് ഇപ്പോൾ നിരപരാധിയായി മാറിയത്. അല്ല, ദിലീപ് രാവിലെ മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞതല്ല. ദിലീപ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ പീഠം അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു കേസിൽ നേരിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ കേസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഹാജരായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിന്നും കഴിഞ്ഞ വലിയൊരു ലീവ് എടുത്ത് മാറി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കേസിൽ നേരിട്ടത്. അദ്ദേഹം കേസിൽ വിജയിച്ചതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ ഞങ്ങൾ കോടതി എതിരായി വിധിക്കുമ്പോൾ കോടതിക്കെതിരെ, കോടതി അനുകൂലമായി വിധിക്കുമ്പോൾ അങ്ങനെ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി കാര്യം ഇവിടെ കുറ്റകൃത്യം ചെയ്തവരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കോടതി എല്ലാവരെയും വെറുതെ വിട്ടിട്ടില്ലല്ലോ. കുറ്റവാളികളെ കുറ്റവാളികളായിട്ട് കാണുകയും നിരപരാധികളെ, അതായത് നമ്മുടെ നീതിന്യായ പീഠത്തിൻ്റെ തന്നെ അടിസ്ഥാന വാക്യമാണ് എന്താണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്ത് ചെയ്യപ്പെടരുത്, ശിക്ഷിക്കപ്പെടരുത്. അപ്പോൾ അതുമാണ് നമ്മൾ നോക്കിക്കാണാൻ വേണ്ടി. അതിൽ യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ കഴിയില്ല. ഇനിയും അതിജീവിതയ്ക്ക് പോകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം, ദിലീപിനും എന്ത് ചെയ്യാം, ഇതേ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത്
ഇവിടെ നിയമം ജയിച്ചു. പൊതുബോധത്തിന് ദിലീപ് എന്ന വ്യക്തിയെ എടുത്ത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെടുന്നത് കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ ദിലീപ് എന്ന വ്യക്തിയെടുത്തുള്ള അതിവൈകാരികമായ ഒരു ദേഷ്യം, ആ ദേഷ്യം തോൽക്കുകയും നിയമം ജയിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞ് സ്ഥാപിക്കുന്നത്. ദേഷ്യം തോക്കുകയല്ല ചെയ്തത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തി. തെളിവുകളില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ വിട്ടു. ഇത് സിമ്പിളാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. അതേ വ്യവസ്ഥ തന്നെ ദിലീപിനും എന്ത് ചെയ്യാം, അദ്ദേഹത്തിനെതിരെ നടന്നൊരു ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. അദ്ദേഹത്തിനെതിരെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കേസിൽ 2 ഗൂഢാലോചന നടന്നു. ഒന്ന്, നടിയെ ആക്രമിക്കപ്പെടുന്ന ഒരു ഗൂഢാലോചന. അവിടെ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ പറയുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് ഈ പറയുന്ന പ്രതികൾ. അവർ മുൻപും ഇതേ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്ന എന്താ, പൾസർ സുനി എന്തിനു ഇത് ചെയ്തു, പൾസർ സുനി ദിലീപിന് വേണ്ടി അല്ലാതെ എന്തിനു ചെയ്തു? പൾസർ സുനിയുടെ തൊഴിൽ ഇതാണ് സാർ. പൾസർ സുനി മുൻപും ഇതുപോലെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. പൾസർ സുനി പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. പൾസർ സുനിയുടെ ട്രാക്ക് നോക്കുമ്പോൾ ഇതൊക്കെ വ്യക്തമാണ്. മറിച്ച് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് ദിലീപിൻ്റെ വിധിയോടുകൂടി. അങ്ങനെ ഒരാളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാര്യവും എന്ത് ചെയ്യണം, ചർച്ച ചെയ്യപ്പെടണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ സ്ത്രീകൾക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. അല്ലാതെ ഒരു ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അതിജീവിതയ്ക്കുള്ള അതേ റൈറ്റ് തന്നെ എന്തുണ്ട്, അക്യൂസിനും ഉണ്ട്. അതല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ റൈറ്റ് ആണ്. അപ്പോൾ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുകയും വേണം. അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ ഒരു നീതി നിഷേധത്തിലേക്ക് നമുക്ക് ദിലീപിനെ, ഒരു അക്യൂസിനെ തള്ളിവിടാൻ കഴിയില്ല. ഈ വിധിയുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ പ്രഷറുകൾ ചില വിധികളിൽ എപ്പോഴും കോടതി പരിഗണിക്കാറുണ്ട്. അത്തരത്തിൽ എക്സ്റ്റേണലി വരുന്ന പൊതുബോധത്തിൻ്റെ പ്രഷറുകളൊന്നും ഇതിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരു വസ്തുതയല്ലേ? എക്സ്റ്റേണൽ പ്രഷർ പരിഹരിക്കാൻ കഴിയില്ലല്ലോ. ആവർത്തിച്ചുള്ള സുപ്രീം കോടതി വിധികളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു കൃത്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇത്രയും മാധ്യമങ്ങളും പൊതുസമൂഹവും ഗവൺമെൻറ്റുകളും ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? പക്ഷേ ഒരു നീതിപീഠത്തെ സംബന്ധിച്ചിടത്തോളം നീതിപീഠത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന വസ്തുതകളെയും ഈ പറയുന്ന ബോധ്യങ്ങളെയും തെളിവുകളെയും വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം ഈ തെളിവുകൾ കൊടുക്കേണ്ട കാലഘട്ടത്തിൽ ഇത് കൊടുക്കണമായിരുന്നു. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അതിജീവിത അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടത് കോടതിക്കെതിരായിട്ടായിരുന്നില്ല. അതിജീവിത അവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ടായിരുന്നു, അന്വേഷണ സംഘത്തിനെതിരായിട്ടായിരുന്നു, പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ്സുമാർക്കെതിരായിട്ടായിരുന്നു. അവിടെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ കൊടുക്കുന്ന കാര്യങ്ങൾ വല്ല കോടതിക്ക് നോക്കാൻ പറ്റുമോ? അല്ലാതെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാധ്യമങ്ങൾ വൈകുന്നേരം അന്തിച്ചർച്ച നടത്തി അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടതിൻ്റെ പേരിൽ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കോടതിയുടെ മുന്നിൽ ദിലീപ്, അതാണല്ലോ കോടതിയുടെ ഒരു മോട്ടീവ് തന്നെ നമ്മൾ പറയുന്നല്ലോ. കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന നീതിദേവതയെ സംബന്ധിച്ചിടത്തോളം നീതിദേവത കണ്ണ് കെട്ടിയാണ് നിൽക്കുന്നത്. നീതിദേവതയുടെ ത്രാസിൽ എന്തില്ല, പണമോ അല്ലെങ്കിൽ സ്വാധീനമോ അല്ല ഉള്ളത്, അല്ലെങ്കിൽ കുറ്റവാളിയെന്നോ നിരപരാധിയെന്നോ അല്ല. തെളിവുകൾ ആർക്കാണോ അവർക്ക് അനുകൂലമായിട്ടേ നീതിദേവത എന്ത് ചെയ്യത്തുള്ളൂ, കോടതി വിധിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം. അത് എതിരാകുമ്പോൾ അത് തെറ്റും. അല്ല, ദിലീപിനെ ഇന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു, കുറേ ആളുകൾക്ക് ഹാപ്പി ആയനെ. അപ്പോൾ അവരുടെ ഒന്നും ഇംഗിതം അനുസരിച്ചൊന്നും നീതി പുലരുമെന്നോ അല്ലെങ്കിൽ ഈ വരുന്ന ഉപരി കോടതികളിലേക്ക് പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സെഷൻസ് കോടതിയിൽ നിന്ന വാദങ്ങൾ ഉപരി കോടതികളിലേക്ക് പോകുമ്പോഴും മറിച്ചൊരു വിധി പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മൾ കോടതിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയേണ്ട കാര്യം, കാലത്തിന്റെ ഒരു ഇതുണ്ടല്ലോ. അതായത് ഇപ്പോൾ 8 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. അപ്പോൾ ഇനിയും ഇപ്പോൾ ഒരു ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ക്രൈം ഒക്കറൻസിന്റെ തെളിവുകൾ എത്ര കാലം നിൽക്കുമെന്ന് വക്കീലെന്ന നിലയിൽ വിഷ്ണു അറിയാം. അത് തെളിയിക്കാൻ അവിടെയല്ല. ഇനി സ്വാഭാവികമായിട്ടും ഇനി ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ഒരു പ്രീ ട്രയൽ മാത്രമേ നടക്കത്തുള്ളൂ. യഥാർത്ഥ വിചാരണ കഴിഞ്ഞു. ഈ വിചാരണയും ഈ സാക്ഷിമൊഴിയും നിലവിലുള്ള ഒരിക്കലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇനി ഒരു സാക്ഷി വിസ്താരമോ ഒന്നും തന്നെ നടക്കില്ല. അത് പലരും ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പലരും തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ കോടതി ജഡ്ജിമെൻറ്റിനെയും ഈ കോടതിക്ക് മുന്നിലുള്ള സാക്ഷി വിസ്താരത്തെയും ഈ കോടതിയെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കോടതികൾ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഒരു അസാധാരണ സംഭവമില്ല. കാരണം അസാധാരണമായിട്ട് നമ്മുടെ രാജ്യത്ത് കേട്ടിട്ടില്ലാത്തൊരു വേർഡാണ് കിഡ്നാപ്പിംഗ്. അതായത് ഈ പറയുന്ന റേപ്പ് കൊട്ടേഷൻ എന്ന് പറയുന്ന വേർഡ് ഈ ഒരു കേസിലൂടെയാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ക്രൂവൽ കുറ്റകൃത്യത്തിൽ ഇതേ കോടതി തന്നെയാണ് പൾസർ സുനിയുടെ ജാമ്യം 7 വർഷക്കാലം എന്ത് ചെയ്തിട്ടുള്ളത്, ഹോൾഡ് ചെയ്തത്. പൾസർ സുനിയെ അവസാനം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. അപ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. ഇതാണ് വ്യവസ്ഥ. അല്ലാതെ നമുക്കൊരു അജണ്ട അനുസരിച്ച് അദ്ദേഹത്തിന് നമ്മളെല്ലാവരും അതിജീവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം
അതിജീവിത ഒരാൾ മാത്രമല്ല, ഒരു അതിജീവിതൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഈ ഒരു വിധിയോടുകൂടി ഉണ്ടാവുകയാണ്. അപ്പൊ ഇനി വരുന്ന കാലം ദിലീപിന്റെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിക്ക് മുമ്പും ശേഷവും ഒന്ന് മലയാള സിനിമയിൽ അടയാളപ്പെടുത്തും. അങ്ങനെ കഴിയില്ല. ഇതിൻ്റെ ഒരു വസ്തുത, അതിൽ ദിലീപാണ് ഇനി സ്റ്റാൻഡ് എടുക്കേണ്ടത്. ദിലീപ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ദിലീപിന് തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയിലേക്ക് കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടി, കോമ്പൻസേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രോസിക്യൂഷനെതിരായിട്ടും പോലീസിനെതിരായിട്ടും ഈ പറയുന്ന ഡിഫാക്ടോ കംപ്ലയിൻറ്റിനെതിരായിട്ടും ഒക്കെ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു നീതി പോരാട്ടമായി, അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ദിലീപിനെ പോലെ ഒരു നടൻ്റെ 8 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തികമായിട്ടായാലും അയാളുടെ കരിയർ ഡെവലപ്മെൻറ്റിലായാലും വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് കോടതിയിൽ ബോധ്യപ്പെടുത്തുമ്പോൾ പലരും എന്ത് ചെയ്യപ്പെടേണ്ടി വരും, ചോദ്യമുനയിലേക്ക് വരും. അതിനുപരിയായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ദിലീപിനും പറയാമല്ലോ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്രയും കാലം അദ്ദേഹം നിശബ്ദത പാലിച്ചു. ഇനി കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ എന്താണ് സോഷ്യൽ മീഡിയയിലായാലും പൊതുസമൂഹത്തിലായാലും കുറവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇനി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഇനി എവിടെയാണോ എന്ന് തെളിയിക്കേണ്ടത്, ദിലീപ് തെളിയിക്കേണ്ട മാർഗത്തിലാണ് ദിലീപ് തെളിയിച്ചത്. അല്ലാതെ ദിലീപ് അക്കാര്യത്തിൽ ഈ പറയുന്ന പലരും പറയുന്നതിനോട് യാതൊരു വിധമായ എന്തില്ല. ഇവരൊക്കെ ഇവിടെ ഇത്രയും കാലം എന്തായിരുന്നു, ഉറങ്ങുമായിരുന്നു? അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് വല്ല രഹസ്യമായിട്ട് ഏതെങ്കിലും ചില്ലുകൊട്ടാരത്തിൽ നടന്ന വിചാരണയാണോ? അല്ല, പബ്ലിക്കായിട്ട് നടന്ന വിചാരണ സാർ. പബ്ലിക്കായിട്ടാണ് ആളുകളെ കൊണ്ടുവന്നത്. പബ്ലിക്കായിട്ട് അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യണം. ഇവിടെ സംഭവിച്ചത് എന്താണ്, ഇവിടെ ബോധപൂർവം എന്ത് ചെയ്യുന്നു, വിധി പ്രസ്താവന വരുന്നതിന് മുമ്പ് ജഡ്ജിനെതിരെ പരാതി കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു ജുഡീഷ്യൽ വ്യവസ്ഥയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുകൾ കോടതികൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിധി പ്രസ്താവനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജഡ്ജ്മെൻറ്റിലോ അപാകതകൾ സംഭവിച്ചുകൊണ്ട് മാത്രമേ ആ കാര്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. ഈ കാര്യത്തിൽ ഉണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയത്തില്ല. വളരെ സൂക്ഷ്മമായി, വളരെ സമഗ്രമായി 2000 പേജുള്ളൊരു വിധി പ്രസ്താവനമാണ് ബഹുമാനപ്പെട്ട കോടതി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കേസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 2000 പേജ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും ആ വിധി പ്രസ്താവനത്തിലുണ്ട്. അതിനെ തള്ളി പറയാൻ നമുക്ക് കഴിയില്ല.